മഞ്ഞ് ഉരുകി ഉരുകി ഒരു രാജ്യത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി അവിടുത്തെ അവസാനത്തെ ഗ്ലേഷ്യറും ഉരുകി മാഞ്ഞ് ഇല്ലാതായി തീർന്നിരിക്കുന്നു. കുറച്ച് സങ്കടമുള്ള ഒരു കാര്യമാണ്. ഗ്ലേഷ്യറുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഹിമാനി. നമ്മുടെ രാജ്യത്തെ അടക്കം പല പ്രധാനപ്പെട്ട നദികളും ഉത്ഭവിക്കുന്നത് ഈ ഗ്ലേഷ്യറുകളിൽ നിന്നാണ്. അതായത് ഗംഗ അടക്കം, യമുന അടക്കമുള്ള ഒരുപാട് നദികൾ. ഒരു രാജ്യത്തിന്റെ ജീവനാഡിയാണ് നദികൾ. അപ്പോൾ ഈ പറയാൻ പോകുന്ന രാജ്യത്തിലെ അവസാനത്തെ ഗ്ലേഷ്യറും ഇല്ലാതെയായിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. പറയാൻ പോകുന്നത് ഒരു തെക്കേ അമേരിക്കൻ കോണ്ടിനെന്റിലുള്ള പ്രധാനപ്പെട്ട ഒരു രാജ്യത്തെക്കുറിച്ചാണ്. ഈയിടെയായി ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഈ രാജ്യം പത്രങ്ങളിലും മറ്റു മാധ്യമങ്ങളും നിറഞ്ഞു നിന്നു. പറഞ്ഞു വരുന്നത് വെനസ്വേല എന്ന രാജ്യത്തെക്കുറിച്ചാണ്. അങ്ങനെ ഉരുകി ഉരുകി ആ രാജ്യത്തിന്റെ അവസാനത്തെ ഗ്ലേഷ്യറും ഇല്ലാതെയായിരിക്കുന്നു. സമീപ ഭാവിയിൽ ആ രാജ്യം നേരിടാൻ പോകുന്ന വരൾച്ചയുടെ ഏറ്റവും ഭീതികരമായ ഒരു മുഖമാണ് വെളിപ്പെട്ട് വരുന്നത്. ഏകദേശം 6ഓളം ഗ്ലേഷ്യറുകൾ ഉള്ള ഒരു രാജ്യമായിരുന്നു ഈ പറഞ്ഞ വെനസ്വേല. 2011 കൂടി അതിലെ 5 ഗ്ലേഷ്യറുകളും വാനിഷായി പോയി എന്നാണ് പറയുന്നത്. അവർക്ക് ഏക ആശ്വാസം നൽകിക്കൊണ്ട് ഇത്രത്തോളം കാലം നിലനിന്ന ഈ ഗ്ലേഷ്യർ കുറച്ചു കാലം കൂടി നിലനിൽക്കും എന്നായിരുന്നു ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം. ആ അഭിപ്രായങ്ങളെയും പ്രതീക്ഷകളെയും ഒക്കെ തെറ്റിച്ചുകൊണ്ട് ആ ഗ്ലേഷ്യർ അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് ഇല്ലാണ്ടായി പോയിരിക്കുന്നു. ഇത് ഇന്ത്യ അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങൾക്ക് ഒരു പാഠമാണ്. ഈ ഗ്ലേഷ്യറിന്റെ പേര് ഹംബോൾട്ട് ഗ്ലേഷ്യർ എന്നാണ്. ലാ കൊറോണ എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത്. വളരെ വിഖ്യാതമായ ആൻഡീസ് മൗണ്ടൻസിനെ കുറിച്ച്, ആൻഡീസ് പർവ്വതനിരകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിന്റെ നെറുകയിൽ ഒരു സ്ഥലത്ത് നിലനിന്നിരുന്ന ഗ്ലേഷ്യറാണ് ഈ പറഞ്ഞ ഹംബോൾട്ട് ഗ്ലേഷ്യർ. ഈ ഗ്ലേഷ്യർ ഇല്ലാതായതോടുകൂടിയാണ് ഈ രാജ്യത്തിന്റെ അവസാനത്തെ ഗ്ലേഷ്യറും നഷ്ടമായത്. നമുക്കും സമീപ ഭാവിയിൽ നേരിടാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമാണിത്. നമ്മളടക്കം ഒരുപാട് രാജ്യങ്ങൾക്ക് ഇങ്ങനെ ഒരു ദുരവസ്ഥ വരാൻ ഇടയുണ്ട്. ഗ്ലോബൽ വാർമിംഗ് ആണ് ഇതിന് കാരണം എന്നാണ് പറയുന്നത്. ഇപ്പോഴെങ്കിലും ലോകരാജ്യങ്ങളുടെ കണ്ണ് തുറന്ന് ഇത്തരത്തിലുള്ള ആഗോളതാപനം അതിനൊരു കുറവ് ഉണ്ടാക്കിയില്ലെങ്കിൽ, അതിനൊരു ശാശ്വത പരിഹാരം നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ, ലോകമെമ്പാടുമുള്ള ജനങ്ങൾ വെള്ളത്തിന് വേണ്ടിയിട്ട്, നമ്മൾ കേൾക്കാറുണ്ട് ഇനി അടുത്തൊരു യുദ്ധം നടക്കാൻ പോകുന്നത് വെള്ളത്തിന് വേണ്ടിയിട്ടാണ് എന്ന്. അത് അധികം താമസിക്കാതെ നമ്മുടെ അടുത്ത കാലങ്ങളിൽ തന്നെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഗ്ലോബൽ വാർമിങ്ങിനെ നിയന്ത്രിക്കാനും വേണ്ടുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും ഈ പറഞ്ഞ ഫ്യൂസിൽ ഫ്യൂൽസിനെ നിയന്ത്രിച്ചുകൊണ്ട് എല്ലാ രീതിയിലും മുമ്പോട്ട് വരട്ടെ. അതിന് നമുക്കും നമ്മുടേതായിട്ടുള്ള സംഭാവനകൾ നൽകാം. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കാം. താങ്ക് യു.